الصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم علمنا بما ينفعنا وانفعنا بما علمتنا وزدنا علما نافعا. ربنا زدنا علما نافعا. നമ്മൾ ഈ ഒരു പുസ്തകത്തിൻ്റെ മൂന്നാമത്തെ ക്ലാസ്സിലാണുള്ളത്. ആദ്യത്തെ ഒരു ക്ലാസ് ആമുഖം, പുസ്തകത്തെക്കുറിച്ചും പുസ്തക രചയിതാവിനെ കുറിച്ചുള്ളൊരു ആമുഖം നമ്മൾ പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ പുസ്തകത്തിൻ്റെ ഒന്നാമത്തെ പാഠം അത് നമ്മൾ തുടങ്ങി വെച്ചു. അദ്ദുറൂസ് അൽ മുഹിമ്മ ലി ആമ്മത്തിൽ ഉമ്മ. പൊതുജനം അഥവാ സാധാരണക്കാരായ ആളുകൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരല്ലാത്തവർ അല്ലെങ്കിൽ മതവിദ്യാർത്ഥികളല്ലാത്തവർ അറിഞ്ഞിരിക്കേണ്ട പാഠങ്ങളെക്കുറിച്ചാണ് ഈ പുസ്തകം ഉള്ളത്. അതിലെ ആദ്യത്തെ പാഠം നമ്മൾ ആരംഭിച്ചു. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നത് ഒന്ന്, ഖുർആനിൽ നിന്ന് സാധാരണക്കാർ പഠിക്കേണ്ട ഭാഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു രീതി എങ്ങനെയാണ്. ഇതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ ഒരു കാര്യം. രണ്ടാമത്തതൊന്ന്, ഒന്നാമത്തെ പാഠത്തിലെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതുമായി ബന്ധപ്പെട്ടൊരു തുടക്കം നമ്മൾ പറഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ശ്രേഷ്ഠതയും നമ്മൾ പറഞ്ഞു. ഒരു ഒന്നാമത്തെ പാഠത്തിൽ ഇത്രയും ഭാഗം പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനിപ്പിച്ചത്. അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു, അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതൊരു ദിക്റാണ്. ഓഫ് കോഴ്സ് ഒരു ദിക്റാണ്. അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ അത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. അതുപോലെ തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്റായി ചൊല്ലുന്ന ആളുകൾക്കുള്ള പ്രതിഫലവും ഒക്കെ ഖുർആനും ഹദീസൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അതൊരു കേവലം ദിക്റല്ല, അത് കേവലം തലഫുളും മാത്രം നിർവഹിക്കപ്പെടേണ്ട, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെറുതെ ഉച്ചരിക്കുക മാത്രം ചെയ്യേണ്ട ഒന്നല്ല. മറിച്ച് അതിന് അർത്ഥമുണ്ട്. അതുകൊണ്ട് തന്നെ ആ അർത്ഥത്തെ പരിഗണിക്കാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലെങ്കിൽ ആ അർത്ഥത്തെ യാഥാർത്ഥ്യവൽക്കരിക്കാത്ത, പ്രയോഗവൽക്കരിക്കാത്ത, അതിനെ ജീവിതത്തിൽ പ്രാക്ടിക്കലായി കൊണ്ട് നടക്കാത്ത ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് പ്രത്യേകിച്ച് ഗുണമില്ല എന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ അവസാനിക്കുമ്പോൾ പറഞ്ഞു നിർത്തിയിരുന്ന ഒന്നാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥത്തിൽ രണ്ട് തലമുണ്ട്. ഒന്ന് നഫി ഉണ്ട്, ഇസ്ബാത്ത് ഉണ്ട്. ലാ ഇലാഹ എന്ന് പറഞ്ഞാൽ ഒരാരാധ്യനുമില്ല, ആരാധ്യന്മാരായി ഒരു വസ്തുവുമില്ല, ഒരാളുമില്ല, ഒരു ശക്തിയുമില്ല, ഇല്ലല്ലാഹ്. അള്ളാഹു മാത്രമാണ് ആരാധ്യനായിട്ടുള്ളത്. അപ്പം നഫിയാണ് ഒന്നാമത്തെ ഭാഗം, ഒരാരാധ്യനുമില്ല, ഇല്ലല്ലാഹ്. ആ ആരാധ്യനായി അള്ളാഹുവിനെ മാത്രം സ്ഥാപിക്കുക എന്നതാണ് രണ്ടാമത്തെ ഭാഗം. അപ്പൊ ഈ നഫിയും ഇസ്ബാത്തും ചേർന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുമാണ്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞത്. ജസ്റ്റ് റിവൈൻഡ് ചെയ്യാൻ വേണ്ടി തുടക്കത്തിൽ പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തൊരു ഭാഗത്തേക്ക് നമ്മൾ കടക്കുമ്പോൾ ശൈഖ് റഹിമഹുല്ലാഹ് ആദ്യ പുസ്തകത്തിൽ ഒരു വാചകം ഞാൻ പെട്ടെന്ന് വായിക്കാം. വഅമ്മ ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫഹിയ അൽ ഇൽമു അൽ മുനാഫി ലിൽ ജഹൽ വൽ യഖീനു അൽ മുനാഫി ലിശ്ശക് വൽ ഇഖ്ലാസു അൽ മുനാഫി ലിശ്ശിർക്ക് والصدق المنافي للكذب والمحبة المنافية للبغض والانقياد المنافي للترك والقبول المنافي للرد والكفر بما يعبد من دون الله وقد جمعت في البيتين الآتيين. ജസ്റ്റ് വായിച്ചതാണ്, ഖുർആൻ ഹദീസ് ഒന്നല്ല. ആ പുസ്തകത്തിലെ അറബി വാചകം ഒന്നിങ്ങനെ ജസ്റ്റ് വായിച്ചു എന്ന് മാത്രം, ഇങ്ങനെ അർത്ഥം പറഞ്ഞു പോകാം. അപ്പൊ അമ്മ ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നിട്ട് അദ്ദേഹം പറയാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥമൊക്കെ അറിഞ്ഞ് മനസ്സിലാക്കണം എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയാണ് അമ്മ ശുറൂത്തു ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുകളുണ്ട് അല്ലെ. ഷർത്ത് എന്ന് പറഞ്ഞാൽ അറിയാത്തൊരു നമ്മളെ കൂട്ടത്തിൽ ആരും ഉണ്ടാവൂല. ഷർത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നിബന്ധന ഉണ്ട്, അഥവാ ഷർത്തിന്റെ ജമ്മാണ് ഷുറൂത്ത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഷർത്തുകളുണ്ട് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഇങ്ങനെ വിശദീകരിച്ച് പറയാണ്. 8 ഷർത്തുകളാണ് ഇദ്ദേഹം പറഞ്ഞത്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പൊതു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എത്ര ഷർത്ത് ഉണ്ടെന്ന് ചോദിച്ചാൽ 7ഉം 8ഉം ഇങ്ങനെ 2 അഭിപ്രായങ്ങളാണ് പണ്ഡിതന്മാർ പറയാറുള്ളത്. പൊതുവെ 7 പറയാറുള്ളത്. ഷർത്തിന്റെ കൂടെ ഒന്നുകൂടെ അധികരിപ്പിച്ച ഒരു 8 ആണ് പിന്നെ പറയാറുള്ളത്. അത് ഏതൊക്കെയാണ് നമ്മളിങ്ങനെ പറഞ്ഞു പോകും. അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഇപ്പൊ ഷർത്തൊക്കെ ഉണ്ടോ എന്ന് ഒരു പക്ഷെ നമുക്ക് തോന്നാം. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് ഇപ്പൊ എന്താ ഷർത്ത്? ഇത് എവിടുന്ന് കിട്ടി? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? പഠിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഷർത്തായി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അപ്പൊ ഇതിന് ഇങ്ങനെ ഒരു ആമുഖം പറയാനുള്ള കാരണം, നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്ത് എന്ന് പറഞ്ഞാൽ, ഏത് കാര്യത്തിന്റെയും ഷർത്ത് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് സാധാരണ പറയുക, ഷർത്ത് ഇല്ലെങ്കിൽ പിന്നെ മശ്റൂത്ത് ഇല്ല എന്ന് പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു ഷർത്ത് നഷ്ടപ്പെട്ടാൽ പിന്നെ ആ നിബന്ധന കൊണ്ട് ഉണ്ടാകുന്ന ഒരു കാര്യവും ബാത്തിലാകും. എളുപ്പത്തിൽ മനസ്സിലാകാൻ, നിസ്കാരത്തിന്റെ ഷർത്തുകളിൽപ്പെട്ട ഒന്നാണ് വുളൂ ഉണ്ടാകണം. ഒരാൾക്ക് ശുദ്ധി ഉണ്ടായാൽ മാത്രം പോരാ, വുളൂ ഉണ്ടാകണം.
വുളു ഉണ്ടെങ്കിലേ നിസ്കരിക്കാൻ പറ്റും, അത് ഷർത്താണ്. അപ്പൊ ഒരാൾ വുളു എടുക്കാതെ നിസ്കരിച്ചാലോ അയാൾ നിസ്കാരം ബാത്തിലാണ്. അഥവാ ഷർത്തില്ലെങ്കിൽ ആ നിബന്ധന കൊണ്ട് ഉണ്ടാകേണ്ട ഒരു കാര്യം ബാത്തിലാണ്, പിന്നെ അത് സ്വീകാര്യമല്ല, അത് പൂർത്തിയാവുകയില്ല. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ഷർത്തുകളായി നമ്മൾ എണ്ണി പറയാണ്, ഇങ്ങനെ ഇന്ന 8 ഷർത്തുകളുണ്ട്, ഇന്ന 8 കാര്യങ്ങളുണ്ട്. ഈ 8 കാര്യങ്ങൾ ഈ നിബന്ധന കൂടെ പൂർത്തിയാക്കി മാത്രം ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും പ്രഖ്യാപിക്കുകയും ചെയ്താലേ അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകുന്ന ഇസ്ലാമിന്റെ ആദ്യത്തെ ഘടകം കലിമത്തു തൗഹീദ് പൂർത്തിയാവുകയുള്ളൂ എന്ന് നമ്മൾ പറയുമ്പോൾ സ്വാഭാവികമായും ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അത് മുസ്ലിം വിഭാഗത്തിൽ നിന്ന് അല്ലെങ്കിൽ മുസ്ലിങ്ങളിൽ നിന്നൊരു വിഭാഗത്തെ ശിർക്ക് ആരോപിക്കാൻ, കുഫർ ആരോപിക്കാൻ, മുസ്ലിങ്ങളിൽ നിന്ന് കുറച്ച് വിഭാഗം ആളുകളെ മുശ്രിക്കാക്കാനൊക്കെ വേണ്ടി കൊണ്ടുവന്ന പുതിയ സംഗതിയാണ് എന്നൊക്കെ ചിലപ്പോൾ ചിലർ പറയാറുണ്ട്. അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൗഹീദ് ഇങ്ങനെ ഷർത്തൊക്കെ പറഞ്ഞിട്ടാണോ സ്വഹാബികൾക്ക് പഠിപ്പിച്ചു കൊടുത്തത്, അതുകൊണ്ട് അങ്ങനെ ഷർത്തൊക്കെ പറയുന്നത് അതെന്തോ ഒരു സങ്കുചിതത്വമാണ്, അല്ലെങ്കിൽ പുതിയ കാലമാണ്, അത് പിന്നെ പുത്തൻവാദികളുടെ രീതിയാണ് എന്നൊക്കെ ചിലപ്പോൾ ചില ആളുകളെങ്കിലൊക്കെ പറയാറുണ്ട്. നമുക്ക് തന്നെ ചിലപ്പോൾ തോന്നും ചെയ്യും, എന്താണ് ഇപ്പോൾ നമ്മളെ പിന്നെ മദ്രസയിൽ നിന്നും അങ്ങനെ പഠിച്ചിരിക്കാൻ സാധ്യതയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹയെ കുറിച്ച് പറഞ്ഞ ഖുതുബകളിലും ഷർത്തുകളെ കുറിച്ച് ചിലപ്പോൾ പറഞ്ഞത് കേട്ടിരിക്കാൻ സാധ്യതയില്ല. അപ്പൊ ചിലപ്പോൾ നമുക്കും തോന്നാം അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹയ്ക്ക് ഷർത്തുണ്ടോ എന്നത്. പണ്ഡിതന്മാരൊക്കെ പഠിപ്പിക്കുന്നതാണ്. വഹബ് ബിനു മഹാനായ പണ്ഡിതൻ വഹബ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തോട് ഒരിക്കൽ ഇങ്ങനെ ചോദിച്ചു എന്നാണ്, അലൈസ ലാ ഇലാഹ ഇല്ലല്ലാഹു മിഫ്താഹുൽ ജന്ന, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലല്ലേ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചു. അപ്പൊ പറഞ്ഞത് സ്വർഗത്തിന്റെ താക്കോലാണ്. ബല വലാകിൻ ലൈസ മിഫ്താഹുൻ ഇല്ലാ ലഹു അസ്നാനുൻ, ഇത് കഴിഞ്ഞ വർഷം പറഞ്ഞതാണ്. പൂട്ടുകളില്ല അല്ലെങ്കിൽ താക്കോലുകളില്ല, ഇല്ലാ ലഹു അസ്നാനുൻ, അതിന് പല്ലുകളും ഉണ്ടാകും. ഒരു താക്കോൽ ഒരു പൂട്ടിലിട്ട് തുറക്കണമെങ്കിൽ എന്ത് വേണം, ആ പൂട്ടിന് അനുയോജ്യമായ പല്ല് ആ താക്കോലിൽ ഉണ്ടാകണം, എന്നാൽ അത് വർക്ക് ആവുകയുള്ളൂ. അതുപോലെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫഇൻ ജിഇത ബിമിഫ്താഹിൻ ലഹു അസ്നാനുൻ, നിങ്ങളൊരു താക്കോല് കൊണ്ടുവന്ന് ഒരു പൂട്ടിൽ ഇടുകയാണ്, ആ പൂട്ടിന് യോജിക്കുന്ന പല്ലുള്ള താക്കോലാണെങ്കിൽ ഫുത്തിഹ ലക, ആ വാതിൽ തുറക്കും. അല്ലെങ്കിലോ വഇല്ലാ ലം യുഫ്തഹ് ലക, ആ വാതിൽ നിന്നെ പോലെ തുറക്കപ്പെടുകയുമില്ല എന്നതുപോലെ. അദ്ദേഹം അതെന്താണ് അദ്ദേഹം ഉദ്ദേശിച്ചത്, വബിദാലിക ഇലാ ശുറൂതിഹ വളവാബിതിഹ വഖുയൂദിഹ അൽവാരിദ ഫിൽ കിതാബി വസുന്ന. അപ്പൊ എന്തുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വർഗത്തിന്റെ താക്കോലാണ്, പക്ഷേ അതിന് പല്ലുകളുണ്ട്. ആ പല്ലുകൾ പൂട്ടുമായി യോജിച്ചാൽ സ്വർഗത്തിന്റെ താക്കോല് കൊണ്ട് നിനക്ക് സ്വർഗം തുറക്കാം. അത് യോജിച്ചില്ലെങ്കിലോ വഇല്ല ലം തുഫ്തഹ്, അത് തുറക്കപ്പെടുകയുമില്ല. അപ്പൊ ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകളെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് എന്ന് പണ്ഡിതന്മാരൊക്കെ വിശദീകരിക്കുന്നത് കാണാം. മാത്രമല്ല ആർക്കും തർക്കമില്ലാത്ത സംഗതിയാണ് നിസ്കാരത്തിന് ഷർത്ത് ഉണ്ട് എന്നതിന് ആർക്കും തർക്കമില്ല. നിസ്കാരത്തിന് ഷർത്ത് ഉണ്ടല്ലോ, നമ്മൾ എണ്ണി പഠിച്ചിട്ടുണ്ട്, ഷർത്ത് ഇത്ര ഷർത്ത് ഉണ്ടെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ ഖുർആനും ഹദീസും അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടോ നിസ്കാരത്തിന്റെ ഷർത്തുകൾ ഇത്ര എണ്ണമാണ്, സമയമാകൽ, മുസ്ലിമാകൽ, ഖിബിലക്ക് നേരെ തിരിയൽ, ഇങ്ങനെ പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഹദീസിലൂടെ ഷർത്തുകളായി പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ഹജ്ജിന് ഷർത്തുകളുണ്ട്, ആ ഹജ്ജിന്റെ ഷർത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. അങ്ങനെ എല്ലാ ഇബാദത്തുകൾക്കും ഷർത്തുകളുണ്ട്, ആ ഷർത്തുകൾ നബി അങ്ങനെ തന്നെ ഷർത്ത് എന്ന് പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാൽ ഹദീസിലൂടെ ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇങ്ങനെ ഒരാളുടെ നിസ്കാരം അവന് ത്വഹാറത്തില്ലാതെ നിസ്കാരം പൂർത്തിയാവുകയില്ല, അത് ഷർത്താണ്. അതുപോലെ തന്നെ നിസ്കാരത്തിന്റെ സമയമാകാതെ ഒരാൾ നിസ്കരിച്ചാൽ ആ നിസ്കാരം ശരിയാവുകയില്ല, അപ്പൊ അത് ഷർത്താണ്. അപ്പൊ ഇങ്ങനെ ഖുർആനും ഹദീസും പഠിപ്പിച്ച് നമ്മളെല്ലാ അറിവും എവിടുന്ന എടുക്കുന്നത്, ഖുർആനും ഹദീസിനാണ് പണ്ഡിതന്മാർ എടുക്കുന്നത്. എന്നതുപോലെ തന്നെ ഷർത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാകണമെങ്കിൽ എങ്ങനെയൊക്കെ നിങ്ങളുടെ നിർബന്ധമായി ഉണ്ടാകണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള ഹിസാലുകളാണ്, സ്വഭാവങ്ങളാണ്, വിശേഷണങ്ങളാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഷർത്തുകളായി പണ്ഡിതന്മാരെ പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പൊ ഷർത്തുണ്ട്, ആ ഷർത്തുകൾ പൂർണ്ണമാക്കിയാൽ മാത്രമേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശവും പൂർത്തിയാവുകയുള്ളൂ, സ്വർഗപ്രവേശനവും സാധ്യമാവുകയുള്ളൂ. അതുപോലെ തന്നെ മറ്റൊന്നാണ്, ഹസനുൽ ബസ്രി റഹിമഹുള്ളയുടെ അരികിൽ ഒരാൾ വന്ന് ചോദിച്ചു, അന്നഹു ഖീല ലഹു, അദ്ദേഹത്തോട് ഇങ്ങനെ ചോദിച്ചു, ഇന്ന നാസൻ യഖൂലൂന മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആളുകൾ പറയുന്നുണ്ടല്ലോ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ ഇതിനകത്ത് കുറച്ച് കുറ്റങ്ങളൊക്കെ ഉണ്ടായാലും കുറച്ച് കുറവുകളൊക്കെ ഉണ്ടായാലും തിന്മകളൊക്കെ ഉണ്ടായാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ട് പിന്നെ ഏത് വിധത്തിലുള്ള തിന്മകൾ അവരിൽ നിന്ന് വന്നാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ ദഖലൽ ജന്ന എന്ന് ഹദീസിലുണ്ടല്ലോ, ജനങ്ങൾ അങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, ഫഅദ്ദ ഹഖഹ, എന്നിട്ട് ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കൊടുക്കേണ്ട ബാധ്യതയുണ്ട്, ആ ബാധ്യത കൊടുക്കുകയും ചെയ്യുന്നത്, വഫർളഹ, അതിൽ പൂർത്തിയാക്കേണ്ട കുറെ നിർബന്ധ ബാധ്യതകളുണ്ട്, ആ നിർബന്ധ ബാധ്യതകൾ പൂർത്തിയാക്കുകയും ചെയ്താൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും. അപ്പൊ അതാണ് യഥാർത്ഥത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന എന്ന് പറഞ്ഞാൽ തലഫുദ് അല്ല, ഒരാൾ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചതുകൊണ്ട് സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുകയും ആ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് കൊടുക്കേണ്ട ഹക്കും ഫർളും ഒക്കെ ഉണ്ട്, അതിന് നിർബന്ധമായി കൊടുക്കേണ്ട ബാധ്യതകളുണ്ട്,
ആ ബാധ്യതകൾ ഒരാൾ വീട്ടുകയും ചെയ്താൽ ഒരാൾ സ്വർഗത്തിൽ പ്രവേശിക്കും. ആ ബാധ്യതകളാണ് ശുറൂത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ എന്ന് പണ്ഡിതന്മാർ പഠിപ്പിക്കുന്നത്. ഇപ്പൊ നമ്മൾ ആദ്യം ആ പറഞ്ഞ എട്ട് കാര്യങ്ങളുണ്ട്. ഞാൻ ആ 8 കാര്യങ്ങളൊന്നും ജസ്റ്റ് ഇങ്ങനെ ഇവിടെ എഴുതാം. അത് ഒന്ന് നമ്മുടെ ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ബോർഡ് ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. അപ്പോ 8 ഷർത്തുകൾ എന്താണ് എന്നത് ഞാൻ ഇങ്ങനെ ഒന്ന് ആദ്യം എഴുതാം. ഇങ്ങനെയാണ് 8 കാര്യങ്ങൾ. ഇതിൽ 8 കാര്യങ്ങൾ പറയുമ്പോൾ തന്നെ അതാണ് ഈ 8 കാര്യങ്ങൾ പറഞ്ഞതിന്റെ അറബിയാണ്, കിതാബിലെ ഭാഗമാണ് ഞാൻ നേരത്തെ വായിച്ചത്. അപ്പൊ ഈ 8 കാര്യങ്ങൾ പറയുമ്പോഴും അദ്ദേഹം ഇതിന്റെ ഓപ്പോസിറ്റായ ഭാഗം കൂടെ ഇങ്ങനെ എടുത്തു പറയും. അഥവാ ഒന്നാമത്തെ ഷർത്തായി അദ്ദേഹം പറഞ്ഞത് ഇൽം, അറിവുണ്ടാകണം. അഥവാ ഇതൊക്കെ പറയുന്നത് ഇൽമ് എന്ന് പറഞ്ഞാൽ അറിവ്, യഖീൻ എന്ന് പറഞ്ഞാൽ ദൃഢത, ഉറപ്പ്, ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ നിഷ്കളങ്കത, ശിർക്ക് എന്ന് പറഞ്ഞാൽ സത്യസന്ധത, മഹബത്ത് എന്ന് പറഞ്ഞാൽ സ്നേഹം, ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ അനുസരണ, അള്ളാഹുവിന് കീഴൊതുങ്ങൽ, അൽ ഖബൂൽ എന്ന് പറഞ്ഞാൽ സ്വീകരിക്കൽ. ഇങ്ങനെയൊക്കെയാണ്. അവസാനത്തെ നമ്മളൊന്ന് ജസ്റ്റ് പറയാം. അപ്പൊ ഈ 8 കാര്യങ്ങളെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു വിശ്വാസിയുടെ സ്വഭാവത്തിൽ ഉണ്ടാവേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. ഇവിടെ ശിർക്ക് എന്നൊരു ഷർത്തുണ്ട്. ശിർക്ക്, സത്യസന്ധത. അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരാൾ ജീവിതത്തിൽ സത്യസന്ധത പുലർത്തണം എന്നതിനെ കുറിച്ചല്ല, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ സത്യസന്ധത ഉണ്ടാകണം. അതാണ് ആ പറയുന്നതിനർത്ഥം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഈ ഷർത്തുകളൊക്കെ ഓരോന്ന് പറയുമ്പോൾ അറിവുണ്ടാകണം എന്ന് പറഞ്ഞാൽ എല്ലാ കാര്യത്തിനുമുള്ള അറിവിനെ കുറിച്ചല്ല പറയുന്നത്, മറിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ഒരാൾ ആ ലാ ഇലാഹ ഇല്ലല്ലാഹയിൽ അറിവുണ്ടാകണം. അതിന്റെ അർത്ഥം എന്താണ് എന്ന് അറിയണം, അതിന്റെ പൊരുൾ എന്താണ് എന്ന് അറിയണം. അല്ലാതെ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് കൊണ്ട് അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാവുകയില്ല. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാക്കണമെങ്കിൽ ഒന്നാമത് എന്ത് വേണം? അതാണ് ശൈഖ് പറഞ്ഞത്, അൽ ഇൽമു, അറിവുണ്ടാകണം, അൽ മുനാഫി ലിൽ ജഹൽ, അജ്ഞതക്ക് വിപരീതമായ, അജ്ഞതക്ക് മറുമരുന്നായ അറിവ് ഒരാൾക്ക് ഉണ്ടാകണം. എന്തിനെ പറ്റി? ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി അറിവുണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി അറിവുണ്ടാകുക എന്ന് പറഞ്ഞാൽ എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, എന്താണ് അതിന്റെ അർത്ഥം? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നഫിയും ഇസ്ബാത്തും അടങ്ങുന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതിന്റെ അർത്ഥം എന്താണെന്ന് അറിയണം. അത് അള്ളാഹു എങ്ങനെ പാലിക്കാനാണ് നമ്മളോട് പറഞ്ഞത് എന്ന് അറിയണം. ഈ വിവരങ്ങൾ അറിയാത്ത, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം എന്താണ്, അതിന്റെ പൊരുൾ എന്താണ്, അതെങ്ങനെ പ്രയോഗവൽക്കരിക്കേണ്ടത് എന്ന് അറിയാത്ത ഒരാൾ, അയാൾ വെറുതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് കൊണ്ട് എന്തില്ല, കാര്യമില്ല. നമുക്കൊക്കെ അറിയുന്ന ആയത്താണ് ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന് നിങ്ങൾ അറിയണം. വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, എന്നിട്ട് നീ നിന്റെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടി അള്ളാഹുവിനോട് ചോദിക്കുക. മുഅ്മിനീങ്ങളുടെയും ആണും പെണ്ണുമായ മുഅ്മിനീങ്ങളുടെ പാപം പൊറുക്കാൻ വേണ്ടി നീ അള്ളാഹുവിനോട് ചോദിക്കുക. സൂറത്ത് മുഹമ്മദിന്റെ 19-ാമത്തെ ആയത്ത്. അപ്പോ ഇസ്തിഗ്ഫാർ നിങ്ങൾ തേടുന്നതിന് മുമ്പ്, നിങ്ങളെ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു വരാൻ നിങ്ങൾ അള്ളാഹുവിനോട് ചോദിക്കുന്നതിന് മുമ്പ് ഫഅലം, നീ അറിയണം, അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് നീ അറിയണം. അപ്പൊ നമ്മളൊന്നും ഇങ്ങനെ ആലോചിച്ച് നോക്കുക, എന്തപ്പോ ഇതിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്തപ്പോ അറിയാനുള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല, ഇത്ര സിമ്പിൾ അല്ലേ നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പിന്നെ ഇപ്പൊ എന്തിനാ പണ്ഡിതന്മാർ ഇത്ര കനമുള്ള പുസ്തകങ്ങൾ രചിച്ചത് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കണം. ബഹുമാന്യനായ പണ്ഡിതൻ മുഹമ്മദ് അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ ഏറ്റവും പ്രസിദ്ധമായ ഗ്രന്ഥം കിതാബു തൗഹീദാണ്. കിതാബു തൗഹീദ് അല്ലദീ ഹുവ ഹഖ്ഖുല്ലാഹി അലൽ അബീദ് എന്ന് പറഞ്ഞ ഗ്രന്ഥം ഖുർആനിലെ തൗഹീദുമായി ബന്ധപ്പെട്ട മാത്രം ആയത്തുകൾ ക്രോഡീകരിച്ച് അതിന്റെ ഹദീസുകളും ഇങ്ങനെയാണ്. ആ പുസ്തകത്തിന്റെ ശൈലി ഇങ്ങനെയാണ്. ഒരു ഹെഡിങ് പറയും, ആ ഹെഡിങ് സമർത്ഥിക്കാൻ വേണ്ടി പരിശുദ്ധ ഖുർആനിലെ ഒരു ആയത്ത് കൊടുക്കും, എന്നിട്ട് ഉപോത്ബലകമായ ഹദീസുകൾ ഉദ്ധരിക്കും,
എന്നിട്ട് പറയും ഈ ഖുർആന്റെയും ഈ ഹദീസിന്റെയും വെളിച്ചത്തിൽ ഈ തലക്കെട്ട് സമർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഇത്ര പാഠങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് പഠിക്കാനുണ്ട്, 1, 2, 3 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ വിശദീകരിക്കുന്ന ഗ്രന്ഥമാണ് കിതാബു തൗഹീദ്. ഗ്രന്ഥം വളരെ ചെറുതാണ്, പക്ഷെ അതിന് പണ്ഡിതന്മാർ 1, 2 വാള്യങ്ങളൊക്കെ അതിന്റെ വിശദീകരണം എഴുതിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ ആലോചിച്ച് ഇത് ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശദീകരിക്കാൻ എഴുതിയ ഗ്രന്ഥമാണ്. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് അത്രയും പഠിക്കാനുണ്ടായതുകൊണ്ടാണ്. മാത്രമല്ല ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലല്ലാഹ് എപ്പോ ബ്രേക്ക് ചെയ്യപ്പെടും? ശിർക്ക് സംഭവിച്ചാലാണല്ലോ. ഈ ശിർക്ക് സംഭവിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു ധാരണയിൽ അള്ളാഹു അല്ലാത്ത ഒരാളുടെ മുന്നിൽ ആരാധനയായി അർപ്പിക്കുകയും അല്ലെങ്കിൽ സുജൂദ് ചെയ്യുകയും നിസ്കരിക്കുകയോ അല്ലെങ്കിൽ വിളിച്ചു പ്രാർത്ഥിക്കുകയോ ഒക്കെ ചെയ്താലാണ് ശിർക്ക് സംഭവിക്കുക എന്ന് മാത്രം നമ്മുടെ ധാരണ. എന്നാൽ അങ്ങനെയല്ല. ഒരു മനുഷ്യന്റെ വാക്കുകൊണ്ട് സംഭവിക്കുന്ന ഇസ്ലാം പ്രശ്നം സംഭവിക്കുന്ന അല്ലെങ്കിൽ കുഫർ വന്നു പോകുന്ന കാര്യങ്ങളെ കുറിച്ച് കിതാബു തൗഹീദ് നമുക്ക് പറഞ്ഞിരുന്നുണ്ട് അല്ലെ. സത്യം ചെയ്യുന്ന വിഷയത്തിൽ നമ്മൾക്ക് ജീവിതത്തിൽ എപ്പോഴും അഭിമുഖീകരിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യമാണല്ലോ. സത്യം ചെയ്യുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പാലിക്കേണ്ടതുണ്ട്. ഇങ്ങനെ തുടങ്ങി ജീവിതത്തിന്റെ വ്യത്യസ്ത ഘട്ടങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പാലിക്കേണ്ടതുണ്ട്. തവക്കുൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാഗമാണ്. അപ്പൊ ഇതൊക്കെ പഠിക്കണം എന്നതാണ് ഒന്നാമത്തെ കാര്യം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ഒരാൾ അത് അറിഞ്ഞിരിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് അല്ലെങ്കിൽ തൗഹീദ് എന്താണ് എന്ന് അറിയാത്ത ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ അത് ബാത്തിലാണ്. കാരണം ഒന്നാമത്തെ ഷർത്താണത്. അതുപോലെ തന്നെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മറ്റൊരായത്താണ് സൂറത്തു സുഹ്റഫിലെ ആയത്താണ്, ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ് വഹും യഅലമൂൻ. അപ്പൊ ഒരു സന്ദർഭത്തെ കുറിച്ച് അല്ലാഹു പറയാണ്, ഇല്ലാ മൻ ശഹിദ ബിൽ ഹഖ്, യാഥാർത്ഥ്യത്തെ കൊണ്ട് സാക്ഷ്യം വഹിച്ചവരൊഴികെ, വഹും യഅലമൂൻ, അതങ്ങനെ വെറുതെ സാക്ഷ്യം വഹിക്കല്ല. ഇവിടെ ഹക്ക് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് എന്ന് തഫ്സീറുകളൊക്കെ വിശദീകരിക്കുന്നത് കാണാം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാള് സാക്ഷ്യം വഹിച്ചു. എങ്ങനെ? വഹും യഅലമൂൻ, അവരറിഞ്ഞുകൊണ്ടാണ് അത് ചെയ്തത്. അപ്പൊ അവിടെ അറിവ്, ഇൽമ് എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ അത്ര ഗൗരവമുള്ള വിഷയമാണ്, അല്ലെങ്കിൽ അത്ര പ്രാധാന്യമുള്ള വിഷയമാണ്, പഠിക്കേണ്ട വിഷയമാണ് എന്നർത്ഥം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസ്, സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ് ഇങ്ങനെ കാണാം, മൻ മാത വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അപ്പൊ ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന, ആരെങ്കിലും ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ, അവ പ്രഖ്യാപിച്ചാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു എന്ന ഹദീസിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വ്യത്യസ്തങ്ങളായ സമയത്ത് പഠിപ്പിച്ചുള്ള വിശദീകരണങ്ങളാണ് ഇത്. ഒരു ഹദീസാണ് നബി പറയുന്നത്, മൻ മാത, ആരെങ്കിലും മരിച്ചാൽ, വഹുവ യഅലമു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, അവൻ അറിയാം ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല എന്ന ആദർശത്തെ അറിഞ്ഞുകൊണ്ട് ഒരാൾ മരണപ്പെട്ടാൽ, ദഖലൽ ജന്ന, അവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിച്ചു. അപ്പൊ ഇവിടെയും ലാ ഇലാഹ ഇല്ലല്ലയും സ്വർഗ്ഗപ്രവേശനത്തെയും ബന്ധിപ്പിച്ച് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിവുണ്ടായിരിക്കണം എന്നതിനെ നിബന്ധനയായി പഠിപ്പിച്ചു എന്നർത്ഥം. അപ്പൊ ഒന്നാമത്തെ ഷർത്ത് അതാണ്, അൽ ഇൽം, അറിവുണ്ടാകണം. അൽ മുനാഫി ലിൽ ജഹിൽ, ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിൽ നിരർത്ഥകമാകുന്ന അല്ലെങ്കിൽ അതിനെ ബാത്തിലാക്കി കളയുന്ന അജ്ഞതയെ നിരാകരിക്കുന്ന, അജ്ഞതയെ ഇല്ലാതാക്കുന്ന അറിവ് ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിൽ ഒരാൾക്ക് ഉണ്ടാകണം. അതാണ് ഒന്നാമത്തെ ഷർത്ത്. രണ്ടാമത്തെ ഷർത്ത് അൽ യഖീൻ, ദൃഢതയുണ്ടാകണം. ഖുർആൻ പറഞ്ഞല്ലോ, വബിൽ ആഖിറതി ഹും യൂഖിനൂൻ, അവർ ആഖിറത്തിന്റെ വിഷയത്തിൽ ദൃഢതയോടുകൂടെ വിശ്വസിക്കുന്നവരാണ്. അതെ, അൽ മുനാഫി ലിശക്കി വറൈബ് എന്നാണ്. ലിശക്കി വറൈബ്, ശക്ക് എന്ന് പറഞ്ഞാൽ സംശയം, റൈബ് എന്ന് പറഞ്ഞാലും സംശയം. അപ്പൊ ലാ ഇലാഹ ഇല്ലല്ലയുടെ വിഷയത്തിൽ ഒരാൾക്ക് സംശയം ഉണ്ടാകാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചിട്ടൊക്കെ ഉണ്ട്, പക്ഷെ ലാ ഇലാഹ ഇല്ലല്ലയുടെ ആദർശം പറയുന്ന ഘട്ടത്തിൽ, അല്ല അത് വിശ്വസിക്കുന്ന ഘട്ടത്തിൽ, ഇതിന്റെ ഫുറൂകളുടെ വിഷയത്തിൽ, ഇപ്പൊ ഇത് വിശദീകരിക്കുമ്പോൾ അള്ളാഹു ആണ് ആരാധ്യൻ എന്ന് പറയുമ്പോൾ അതിന്റെ എല്ലാ ഘടകങ്ങളിലും സംശയലേശമന്യേ വിശ്വാസം ഉണ്ടാക്കണം. ഒരാൾക്ക് സംശയം ഉണ്ടായാൽ അയാളുടെ ഈമാൻ എന്തല്ല, പൂർണ്ണമല്ല. ഈമാൻ അത് അവലംബിക്കുന്നത് ഒരാളുടെ ഉറച്ച വിശ്വാസത്തിലാണ്. ലാ റൈബ ഫീഹി, അവർക്ക് അതിൽ സംശയമേ ഉണ്ടാകാൻ പാടില്ല. ഇന്നമൽ മുഅ്മിനൂൻ അല്ലദീന ആമനു ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു എന്നാണ് മുഅ്മിനീങ്ങൾ സൂറത്തുൽ ഹുജറാത്തിലെ 15ാമത്തെ ആയത്ത്. സൂറത്തുൽ ഹുജറാത്തിലെ 15ാമത്തെ ആയത്ത് മുഅ്മിനീങ്ങളെ കുറിച്ച് പറയുമ്പോൾ പറയാണ്, ഇന്നൽ മുഅ്മിനീങ്ങൾ ആരാണ്? അല്ലദീന ആമനു, അവർ വിശ്വസിച്ചിട്ടുണ്ട്. ആ വിശ്വാസത്തിന് ശേഷം, അള്ളാഹുവിനും പ്രവാചകനിലും വിശ്വസിച്ചതിന്റെ ശേഷം, സുമ്മ ലം യർതാബു, അവർക്ക് അതിൽ സംശയമേ ഉണ്ടായിട്ടില്ല. അപ്പൊ ഉള്ളിൽ ഒരാൾക്ക് സംശയം ഉണ്ടായിക്കൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അള്ളാഹുവിന്റെ ഏകത്വത്തിന്റെ വിഷയത്തിൽ, കലിമത്തു തൗഹീദിന്റെ വിഷയത്തിൽ, അത് പറയുന്ന ആശയത്തിന്റെയും ആദർശത്തിന്റെയും വിഷയത്തിൽ ഒരാൾക്ക് ഉള്ളിൽ സംശയം ഉണ്ടായിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു പോയിന്റിൽ സംശയം നിലനിർത്തിക്കൊണ്ടാണ് അയാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നതെങ്കിൽ
അയാളുടെ കലിമത്ത് തൗഹീദ് പൂർത്തിയല്ല, അയാളുടെ തൗഹീദ് പൂർത്തിയല്ല എന്നർത്ഥം. അതാണ് രണ്ടാമത്തെ ഷർത്തായി പണ്ഡിതന്മാർ പഠിപ്പിച്ചത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്ന ആൾക്ക് അതിൽ ദൃഢത ഉണ്ടാകണം, ഉറപ്പുണ്ടാകണം, ഉറച്ച വിശ്വാസം ഉണ്ടാകണം. നാലാൾ തിരിച്ചു ചോദിച്ചാൽ അതിന് സംശയം ഉണ്ടാകാൻ പാടില്ല. അടിസ്ഥാന കാര്യങ്ങളിൽ അപ്പൊ അങ്ങനെയാണെങ്കിലോ എന്ന് ചോദിച്ചാൽ സംശയം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല എവിടെയാണ്? അള്ളാഹു ഫിസ് സമാ, അള്ളാഹു ആകാശത്തിലാണ്. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള അടിസ്ഥാനപരമായ വിശ്വാസമാണ്. അപ്പൊ ഒരാൾ തിരിച്ചു ചോദിച്ചു, അങ്ങനെയാണെങ്കിൽ വഹുവ മഅകും ഐനമാ കുൻതും, നിങ്ങൾ എവിടെയാണെങ്കിലും അള്ളാഹു നിങ്ങളുടെ കൂടെ ഉണ്ടെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ, പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നിങ്ങളുള്ളടത്തൊക്കെ റബ്ബ് ഉണ്ടാകണ്ടേ? അപ്പൊ നമുക്ക് സംശയം ആകാൻ പാടില്ല. ഇങ്ങനെ ഒരാളെ സംശയം ഉണ്ടായാൽ അയാൾ തൗഹീദ് ബാത്തിലാണെന്നല്ല ഞാൻ പറയുന്നത്, പഠിക്കണം. ഇങ്ങനെ തൗഹീദിന്റെ അടിസ്ഥാന വിഷയങ്ങൾ നമുക്ക് ഒരാള് 4 ചോദ്യം ചോദിക്കുമ്പോഴത്തേക്കും അതെന്താണ് എന്ന് അടിസ്ഥാന വിഷയങ്ങൾ തോന്നാൻ പാടില്ല. എന്നാൽ അതേസമയം ഫിഖ്ഹി മസ്അലകളൊക്കെ ഒരാൾ ചോദിച്ചാൽ നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യം ഉണ്ടാകാം. തെറ്റേ അല്ല. നമുക്കത് അറിയില്ല എന്നത് തെറ്റേ അല്ല. അറിയാതിരിക്കുന്ന സാധനം പഠിച്ച് പിന്നെ പഠിച്ചു വരാം. എല്ലാ കാര്യം എല്ലാവരും അറിയേണ്ടതില്ല. എന്നാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിസ്ഥാനം, ദവാബിത്തുകൾ, അതിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ, അതിൽ ദൃഢത കൈവരിക്കുക എന്നത് നിർബന്ധമാണ്. സംശയം ഉണ്ടാകാൻ പാടില്ല എന്നർത്ഥം. സ്വഹീഹ് മുസ്ലിമിലെ ഒരു ഹദീസ്, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂൽ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ അല്ലാഹു അല്ലാതെ ആരാധ്യനില്ലെന്നും ഞാൻ അള്ളാഹുവിന്റെ പ്രവാചകനാണെന്നും സാക്ഷ്യം വഹിച്ചാൽ, ലാ യൽഖല്ലാഹ ബിഹിമാ അബ്ദുൻ ഗൈറ ശാക്കിൻ ഫീഹിമാ ഇല്ലാ ദഖലൽ ജന്ന. ഒരടിമ ഈ 2 കാര്യം പ്രഖ്യാപിച്ചു, വിശ്വസിച്ചു. എങ്ങനെയാണ് അവൻ വിശ്വസിക്കുന്നത്? ഗൈറ ശാക്കിൻ, അതിൽ സംശയമില്ലാതെയാണ് വിശ്വസിക്കുന്നത്. റസൂലുള്ളാഹിയുടെ വിഷയത്തിൽ ഇങ്ങനെ തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് നമ്മിലേക്ക് അയച്ച ദൂതനാണ്, വഹി കിട്ടുന്നുണ്ട് എന്ന് ഉറച്ച വിശ്വാസം ഉണ്ടാക്കണം. അതിൽ സംശയം ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ തന്നെ പ്രവാചകൻ പറഞ്ഞ എല്ലാ കാര്യവും പൂർണ്ണമായും ശരിയാണെന്ന് ഉറപ്പുണ്ടാകണം. അപ്പോഴാണ് ഷഹാദത്തു അന്ന മുഹമ്മദ് റസൂൽ പൂർത്തിയാകുക. അപ്പൊ നമ്മുടെ വിഷയം ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ ആരെങ്കിലും സംശയമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചാൽ അവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുകയില്ല, ഇല്ലാ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചിട്ടല്ലാതെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പൊ യഖീൻ ഉണ്ടാകണം. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ വിഷയത്തിൽ ഒരാൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണ് എന്ന് അറിവുണ്ടാകണം. അതുപോലെ തന്നെ അറിഞ്ഞ വിഷയത്തിൽ സംശയമില്ലാത്ത വിധം ഉറപ്പുണ്ടായിരിക്കണം, ദൃഢതയുണ്ടായിരിക്കണം. 3ാമത്തെ ഷർത്ത് അൽ ഇഖ്ലാസ്, നിഷ്കളങ്കമായിരിക്കണം. എന്താണ് ഈ നിഷ്കളങ്കം? ഈ ഇഖ്ലാസ് എന്ന പദം നമ്മൾ അത്ര യൂസ്ഡ് ആയ ഒരു വാക്കാണ് അല്ലെ. മലയാളത്തിൽ തന്നെ നമ്മൾ പറയുമ്പോൾ ഇഖ്ലാസ് എന്നൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് ഈ വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? പരിശുദ്ധ ഖുർആനിൽ പിന്നെ ഈ പാലുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഒരു ഭാഗമാണ്, വ ഇന്ന ലക്കും ഫിൽ അൻആമി ലഇബ്ര, നിങ്ങൾക്ക് കന്നുകാലികളുടെ വിഷയത്തിൽ ഗുണപാഠമുണ്ട്. എന്താണ് അതിന്റെ ഗുണപാഠം? നുസ്കികും മിമ്മാ ഫീ ബുതൂനിഹി, അതിന്റെ വയറിൽ നിന്ന് നാം നിങ്ങൾക്ക് എന്താകുന്നു? കുടിപ്പിക്കുന്നു. എങ്ങനെ? പിന്നെ വൃത്തികേടുകളോ അല്ലെങ്കിൽ രക്തമോ ഒന്നും കലരാതെ ലബനൻ ഖാലിസൻ, ശുദ്ധമായ പാല് നിങ്ങൾക്ക് കിട്ടുന്നു. അപ്പൊ വയറ്റെന്നാണ് വരുന്നത്. വയറിൽ എന്തുണ്ട്? വയറല്ല പിന്നെ അത് ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങൾ ഉണ്ടായിട്ട് ഡൈജഷൻ പ്രോസസ്സിംഗ് ഒക്കെ നടക്കുന്നുണ്ട്, മലിനമായതുണ്ട്, രക്തമുണ്ട്, ഒക്കെ ഉണ്ട്. ഇതിനൊക്കെ ഇടയിൽ നിന്ന് നാം നിങ്ങൾക്ക് കുടിപ്പിക്കുന്നത് എന്താണ്? ലബനൻ ഖാലിസൻ എന്നാണ്. അവിടെ ആ വാക്ക് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകല്ലോ, എല്ലാ വൃത്തികളൊക്കെ ഉണ്ടാകുമ്പോഴും അതിനൊന്നും ബാധിക്കാത്ത ശുദ്ധമായ പാല് എന്നാണ്. അതാണ് ആ ശുദ്ധതയും തെളിമയുമാണ് യഥാർത്ഥത്തിൽ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ, നിഷ്കളങ്കത. അത് മലയാളത്തിൽ പറയുമ്പോൾ എന്താണ് വാക്ക്? നിഷ്കളങ്കത എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത. കളങ്കം എന്ന് പറഞ്ഞാൽ തെറ്റുകുറ്റോ അല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഒരു കുഴപ്പോ സ്ഖലിതങ്ങളോ എന്നൊക്കെ നമുക്ക് അതിനെ പറയാം. അപ്പൊ യഥാർത്ഥത്തിൽ ഇവിടെ തൗഹീദിന്റെ വിഷയത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ എന്താ? തൗഹീദിന്റെ വിഷയത്തിൽ ഇഖ്ലാസ് ഉണ്ടാകണമെന്ന് പറഞ്ഞാൽ അൽ മുനാഫി, അത് എന്തിനൊക്കെ നിഷേധിക്കണം? ഷിർക്കിനെയും റിയായിനെയും തള്ളിക്കളയും. ഇത് രണ്ടും ഒരേ ലൈനിൽ പോകുന്ന തീവ്രത കുറഞ്ഞ 2 കാര്യങ്ങളാണ് റിയാവും ഷിർക്കും. റിയാ എന്ന് പറഞ്ഞാൽ ഇബാദത്തുകൾ അള്ളാഹു ഇല്ലാത്ത ആളുകൾക്ക് വേണ്ടി ചെയ്യുക. പല കാര്യങ്ങളും ആകാം, തൃപ്തി കിട്ടാനാകാം, ഇഷ്ടം നേടാനാകാം, പിന്നെ നല്ലത് തോന്നിപ്പിക്കാനാകാം. ഇതൊന്നല്ലാതെ എന്തു കാരണത്താലാകാം. അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ട ഒരു കാര്യം, അത് അള്ളാഹു അല്ലാത്തവരുടെ തൃപ്തിക്ക് അല്ലെങ്കിൽ അവരെ കാണാൻ ബോധ്യപ്പെടുത്താൻ ചെയ്യുന്ന റിയാ എന്ന് പറയും. നമുക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ എനിക്ക് ഏറ്റവും ഭയമുള്ള കാര്യം ശിർക്കുൻ അസ്ഗർ ആണ്. ശിർക്കുൻ അസ്ഗർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് റിയാ ആണ്. റിയാ എന്ന് പറഞ്ഞാൽ ആളുകൾ കാണാൻ വേണ്ടി ചെയ്യുന്ന കാര്യം. ഇനി അതിന്റെ തീവ്രമായ കാര്യമാണ് അള്ളാഹുവിന് തന്നെ അല്ലാതെ ഇബാദത്തുകൾ ചെയ്യുക. ഇത് രണ്ടും തൗഹീദ് അംഗീകരിച്ച് കഴിഞ്ഞതിന്റെ കൂടെ തന്നെ ഇത് രണ്ടും ഉണ്ടെങ്കിലോ അവന്റെ തൗഹീദ് ബാത്തിലാണ്. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാകണമെങ്കിൽ അതിന്റെ ഷർത്താണ് ഇഖ്ലാസ് ഉണ്ടാകണം. ആ ഇഖ്ലാസ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഷിർക്കിന്റെയും റിയാഇന്റെയും എതിർവശമാണ്. അതിനെ നിരാകരിക്കുന്നതാണ് ഇഖ്ലാസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്അദുൻ നാസി ബി ശഫാഅത്തി യൗമൽ ഖിയാമത്തി മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഖാലിസൻ മിൻ ഖൽബിഹി. പരലോകത്ത് എന്റെ ശഫാഅത്തിന് ഏറ്റവും യോഗ്യരായ ഭാഗ്യം ലഭിക്കുന്നവരായ ആളുകൾ ആരാണ്? മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്, ഖാലിസൻ മിൻ ഖൽബിഹി, അവന്റെ ഹൃദയത്തിൽ നിന്ന് നിഷ്കളങ്കമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ നിഷ്കളങ്കമായി എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് ഒരാൾ മുസ്ലിം ആകുന്നത് ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ആകാനും പാടില്ല. അതോടൊപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച് പിന്നെ അള്ളാഹു ഇല്ലാത്ത ഒരാൾക്ക് ഇബാദത്ത് അർപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകാനും പാടില്ല. ശിർക്ക് ഉണ്ടാകാൻ പാടില്ല. ശിർക്ക് ഉണ്ടായി പിന്നെ അത് ഇഖ്ലാസ് അല്ല അല്ലെ? എത്രയോ തവണ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള വാചകമാണ് ഈ ഖാലിസ്, ഇഖ്ലാസോടുകൂടെ ആകണം എന്നുള്ള വാചകം. ഞാനത് അതിന്റെ ആയത്തുകൾ ഇങ്ങനെ ഉദ്ധരിച്ചു പോകുന്നില്ല. നമ്മൾ കൈകെട്ടി അള്ളാഹുവിനോട് പറയും, പിന്നെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മൾ പറയുന്നുണ്ട്, നിന്റെ ഉദ്ദേശം മാത്രമല്ല, നിന്നെയൊക്കെ മാത്രം മുഖം തിരിച്ചു വെക്കുന്ന ആളാണ്. എന്റെ നിസ്കാരവും എന്റെ നോമ്പും എന്റെ ജീവിതവും മഹിയായ മമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, എല്ലാം അള്ളാഹുവിന് വേണ്ടിയാണ് എന്ന്. ഇതാണ് ഇഖ്ലാസ്. അപ്പൊ ഇബാദത്തുകൾ അത് ആരെങ്കിലും പ്ലീസ് ചെയ്യാൻ വേണ്ടി ആകാൻ പാടില്ല. നമ്മൾ ഒരു 10 രൂപ കൊടുക്കുന്നു, അല്ലെങ്കിൽ പിന്നെ ഒരു 2 റക്അത്ത് നിസ്കരിക്കുന്നു, സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നു, രാത്രി നേരത്തെ എഴുന്നേൽക്കുന്നു, ഇങ്ങനെ തുടങ്ങിയ എല്ലാ ചെറുതും വലുതുമായ ഇബാദത്തുകൾ അത് ചിലപ്പോൾ ആൾ കാണുന്നുണ്ടാകാം. ചിലപ്പോൾ ചില സമയത്തൊക്കെ ആളുകൾ കണ്ടുകൊണ്ട് ചെയ്യുന്നത് പ്രതിഫലമുള്ള കാര്യമാകാം. എങ്ങനെ ഖുർആൻ പറഞ്ഞല്ലോ നഫക്കിനെ സംബന്ധിച്ച്, അഥവാ പിന്നെ ചെലവഴിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോ സിർറൻ വ അലാനിയ, അവർ രഹസ്യമായും പരസ്യമായും ചെലവഴിക്കുന്ന ആളുകളാണ്. ആ പരസ്യമായി ചെലവഴിക്കുന്നതിന്റെ ഉദ്ദേശം എന്ത് മാത്രമേ ഉള്ളൂ? ഞാനൊരു 100 കൊടുക്കുന്നു, അത് മറ്റുള്ളവർക്ക് 10ഉം 50ഉം കൊടുക്കാനുള്ള പ്രചോദനമാകണം. അല്ലാതെ സിർറൻ വ അലാനിയ, സിർ എന്ന് പറഞ്ഞാൽ അവർ രഹസ്യമായി ആളുകൾ മറ്റാരും അറിയാതെ അള്ളാഹിനെ വജു ഉദ്ദേശിച്ച് ചെയ്യുന്നു. വ അലാനിയത്തിൽ പരസ്യമായും അവർ ചെലവഴിക്കുന്നു. ആ പരസ്യമായി ചെലവഴിക്കുന്നത് എന്തിനാണ്? ആള് കാണുന്നുണ്ട്. ആ ആള് കാണുന്നത് ആള് കണ്ട് അവരെ തൃപ്തിപ്പെടുത്താനല്ല, അവരെ പ്ലീസ് ചെയ്യാനല്ല, മറിച്ച് ഇതൊരു ഉപകാരമാകും, അല്ലെങ്കിൽ ഇതൊരു തുടക്കമാകുമെങ്കിൽ, പ്രചോദനമാകുമെങ്കിൽ എന്ന രൂപത്തിൽ ഒരാൾ ചെയ്യുമ്പോൾ അത് യഥാർത്ഥത്തിൽ എന്താണ്? ഇഖ്ലാസോടുകൂടെയുള്ള കർമ്മമാണ്. എന്നാൽ ആള് കാണുന്നുണ്ട്. ചില കാര്യങ്ങളൊക്കെ ആള് കാണുന്ന രൂപത്തിൽ മാത്രം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും. ചിലപ്പോൾ അതിന്റെ എസൻസ് തന്നെ ആള് കാണുക എന്നുള്ളതായിരിക്കും. പക്ഷേ ആത്യന്തികമായി ഇതൊന്നും ആരെയും തൃപ്തിപ്പെടുത്താനല്ല, അവരിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും കിട്ടാനല്ല, അവരിൽ നിന്നും കൊടുക്കാനുമല്ല. എപ്പോഴും ബഹുമാനായ ഉസ്താദ് ഫൈസൽ മൗലവി പറയാറുണ്ട്, ഇഖ്ലാസിനെ നിർവചിക്കുമ്പോൾ നമ്മൾ വിദ്യാർത്ഥികളോട് പറയാറുണ്ട്. അപ്പൊ നമ്മളൊരു ഖുത്ബക്ക് പോയി നമ്മളിങ്ങനെ ഖുത്ബക്ക് പ്രസംഗിച്ച് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമുക്കൊരു ഫീൽ ഉണ്ടായി, നന്നായി പ്രസംഗിച്ചു എന്നൊരു തോന്നൽ നമുക്ക് ഇങ്ങനെ ഉണ്ടായി. പക്ഷെ നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ആരും ഞാൻ നന്നായി പ്രസംഗിച്ചിട്ട് ആരും നമ്മളോട് എന്ത് പറഞ്ഞില്ല, മൗലവി ഒന്ന് ഉഷാറായിട്ടോ എന്ന് പറഞ്ഞില്ല. അപ്പൊ നമുക്കൊരു വിഷമോ, ഞാൻ എത്ര നന്നായി പറഞ്ഞിട്ട് പെർഫോം ചെയ്തിട്ടും സാധാരണ പറയുന്നവർ പോലും ഒന്നും ഒരു അപ്രീസിയേഷൻ തന്നില്ലല്ലോ എന്ന് നമുക്ക് തോന്നിയാൽ അവിടെ ഇഖ്ലാസ് ചോർന്നോ എന്ന് നമ്മൾ പിന്നെ സംശയിക്കണം. ഇനി നേരെ തിരിച്ചു, പിന്നെ നമ്മള് പിന്നെ എന്തായി, നല്ലൊരു ഖുത്ബ നടത്തി, എന്നിട്ട് ഒരാള് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിൽ നമുക്ക് എന്തോ തോന്നുക, അങ്ങനെ ചെയ്തപ്പോ അല്ലെങ്കിൽ ഉഷാറായി എന്നൊക്കെ ആളുകൾ പറയും. പറയുമ്പോൾ നമുക്ക് എന്തോന്ന് തോന്നുക. ഇനി നേരെ വേറൊരു സിനാരിയോ ഉണ്ട്, നമ്മള് വളരെ മോശപ്പെട്ടൊരു ഖുത്ബ പറഞ്ഞപ്പോ അതങ്ങനെ മോശമായി പോയി എന്ന് വിചാരിക്കുക. അപ്പൊ ആളുകൾ നമ്മളോട് പിന്നെ നമ്മളോട് പറഞ്ഞില്ല, അല്ലെങ്കിൽ ആളുകൾ ഞങ്ങൾ സംസാരിക്കുന്ന ഇന്നത്തെ ഖുത്ബ ഭയങ്കര മോശമായിരുന്നു നമ്മൾ പറയുന്നത് കേട്ടു. നമുക്കൊന്നും തോന്നേണ്ട കാര്യമില്ല. കാരണം അവരൊരു ഗുഡ് സർട്ടിഫിക്കറ്റ് തരണം നമ്മൾ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിലല്ലേ അവർ നമ്മളെ കുറിച്ച് ഒരു ന്യൂനത പറയുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാക്കേണ്ട കാര്യമുള്ളൂ. സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നന്നാവും, ചിലപ്പോൾ ചിലവരത് നന്നാവും, ചിലവരത് ശരിയാവും, ചിലവരത് കേടാവും, അതൊക്കെ പല സാഹചര്യങ്ങൾ കൊണ്ടുണ്ടാകും. പക്ഷെ അത് ഉണ്ടാകുന്നതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുകയാണ് അവർ നല്ലത് പറയുമ്പോൾ നമുക്ക് എന്തോ ഒരു പൊങ്ങച്ച ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ അവരെന്തെങ്കിലും ന്യൂനത പറയുമ്പോൾ നമുക്ക് അതിലൊരു പ്രശ്നം ഉണ്ടാക്കുന്നു. അതൊക്കെ നമ്മുടെ ഇഖ്ലാസിനെ ബാധിക്കുന്ന കാര്യമാണോ എന്ന് നമ്മൾ പരിശോധിക്കണമെന്ന് വിദ്യാർത്ഥികളോട് അതേപോലെ നസീഹത്ത് പറയാം. ഇത് നമ്മുടെ ജീവിത സാഹചര്യത്തിലേക്ക് വെച്ചിട്ട് നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റും. നമ്മൾ ചെലവഴിക്കുന്നതും നോമ്പ് നോക്കുന്നതും നിസ്കരിക്കുന്നതും മറ്റെല്ലാ കാര്യങ്ങളും അങ്ങനെ നോക്കാം എന്നർത്ഥം. അപ്പൊ നമ്മളിത് പറയുന്നത് ഏത് വിഷയത്തിലാണ്? തൗഹീദിന്റെ വിഷയത്തിലാണ്. ഒരാൾ ഇഖ്ലാസോടുകൂടെ നിഷ്കളങ്കമായി ഒന്നും ആഗ്രഹിച്ചിട്ടല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, ഒന്നും നേടണമെന്ന് വിചാരിച്ചിട്ടുമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, ആരെങ്കിലും ബോധിപ്പിക്കാനുമല്ല ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത്, മറിച്ച് അതിന്റെ അർത്ഥം മനസ്സിലായി അതിൽ ദൃഢമായി വിശ്വസിച്ച് അള്ളാഹുവിന്റെ വജൂഹ് ഉദ്ദേശം മാത്രം പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം. അപ്പോൾ അത് വിജയിക്കുകയുള്ളൂ എന്നർത്ഥം. നാലാമത്തേത് അസ്വിദുഖു അൽ മുനാഫി ലിൽ കദിബ്, പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിക്കുന്നത് സത്യസന്ധമായിരിക്കണം. അപ്പൊ മനസ്സിലില്ലാത്തൊന്ന് നാവ് കൊണ്ട് ഒരാൾ പ്രഖ്യാപിച്ചാൽ അതുകൊണ്ട് കാര്യമില്ല. ഏതുപോലെ മുനാഫിക്കുകളെ കുറിച്ച് അള്ളാഹു പറഞ്ഞു, മുനാഫിക്കുകളുടെ സ്വഭാവത്തെ കുറിച്ച് പറഞ്ഞു സൂറത്തുൽ മുനാഫിഖൂനിൽ, ഇദാ ജാഅകൽ മുനാഫിഖൂന ഖാലു നശ്ഹദു ഇന്നക ലറസൂലുള്ളാഹ്
വല്ലാഹു യഅലമു ഇന്നക ലറസൂലു വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. അല്ലെ, മുനാഫിക്കുകളുടെ സ്വഭാവത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞു, പ്രവാചകരെ അങ്ങയുടെ അരികിൽ ഇദാ ജാഅകൽ മുനാഫിഖൂന, മുനാഫിക്കുകൾ വന്നു. എന്നിട്ട് അവർ പറയാനെന്ത്? ഖാലു, അവർ പറഞ്ഞു, നശ്ഹദു അന്നക ലറസൂലു, പ്രവാചകരെ താങ്കൾ അള്ളാഹുവിന്റെ, ഇന്നക ലറസൂലു, പ്രവാചകരെ താങ്കൾ അള്ളാഹിന്റെ റസൂലാണ്, ഞങ്ങൾ ഇതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു. ഖുൽ, പ്രവാചകരെ പറയുക, അല്ലാഹു യഅലമു ഇന്നക ലറസൂലു, താങ്കൾ അള്ളാഹിന്റെ റസൂലാണെന്ന് അള്ളാഹ്ക്ക് അറിയാം. ഇനി മുനാഫിക്കുകളുടെ സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. പിന്നെ അവർ പറഞ്ഞതിന്റെ വാചകത്തിന്റെ അർത്ഥം എന്താണ്? വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ, അവരോട് പറയുക അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നുണ്ട്, മുനാഫിക്കുകൾ ഇപ്പറഞ്ഞ കാര്യത്തിൽ അവർ പറഞ്ഞത് കളവാണി എന്നതിന് അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നുണ്ട്. അഥവാ സത്യസന്ധമായിട്ടല്ല പറഞ്ഞത്. ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചു, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചത് എന്തല്ല, മനസ്സിലുള്ളതല്ല, അല്ലെങ്കിൽ മനസ്സ് ഉൾക്കൊണ്ടതല്ല, സ്വാദിഖം മിൻ ഖൽബിഹി ആകണം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറ്റൊരു ഹദീസിൽ പെട്ടതാണ്, മാ മിൻ അഹദിൻ യശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്, ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലയും മുഹമ്മദ് റസൂലുള്ളയും അംഗീകരിക്കുന്നു. എങ്ങനെ? സിദ്ഖം മിൻ ഖൽബിഹി, അവന്റെ മനസ്സിൽ സത്യസന്ധമായിക്കൊണ്ട്, മറ്റൊരു ലാഞ്ചനൊന്നുമില്ല, അല്ലെങ്കിൽ മനസ്സിൽ എന്തെങ്കിലും വെച്ചൊന്നും മറ്റൊന്ന് പറയുകയല്ല, സ്വാദിക്കാണ്, സത്യസന്ധതയോടുകൂടെ പറയുന്ന വാചകമാണ് അത്. എങ്കിൽ ഇല്ല ഹറമല്ലാഹു അലന്നാർ, അള്ളാഹു അവന്റെ മേൽ നരകം നിഷിദ്ധമാക്കാതെ ഒരാൾ പിന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് അങ്ങനെ പറയുകയില്ല. അഥവാ നാലാമത്തെ ഷർത്ത് അത് സിദ്ഖാണ്, സത്യസന്ധതയാണ്. അഞ്ചാമത്തെ സിദ്ഖ് അൽ മഹബ്ബ, സ്നേഹമാണ്. അപ്പൊ ഈ സ്നേഹമില്ലാതെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാക്കൂല. ആരോടുള്ള സ്നേഹം? സ്നേഹം ഖാലിക്കിനോടും മഖ്ലൂക്കിനോടും സ്നേഹം ഉണ്ടാകും. ഈ മഖ്ലൂക്കിങ്ങളോടുള്ള സ്നേഹവും അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കാൻ പറ്റുമ്പോൾ മാത്രമേ ഒരാളുടെ തൗഹീദ് പൂർത്തിയാവുകയുള്ളൂ. അപ്പൊ ആളുകളെയും പിന്നെ വ്യക്തികളെയും സാധനങ്ങളെയും പിന്നെ എന്ത് കാര്യത്തെയും ഒരാൾ ഇഷ്ടപ്പെടുന്നതും ആ ഇഷ്ടത്തിന്റെ അടിസ്ഥാനം എന്താകണം? അള്ളാഹ്ക്ക് വേണ്ടിയാകണം. അത് കുടുംബത്തിലുള്ള ഇഷ്ടാകാം, രക്തബന്ധത്തിലുള്ള ഇഷ്ടാകാം, ദാമ്പത്യത്തിലുള്ള ഇഷ്ടാകാം, ഉമ്മനോടുള്ള ഇഷ്ടാകാം. ഏത് ഇഷ്ടത്തിന്റെയും അടിസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ള ഇഷ്ടാകണം എന്നർത്ഥം. എന്ന് പറഞ്ഞാൽ അത് ഈ മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു പ്രത്യേകതയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, നിങ്ങൾക്ക് അള്ളാഹു ഈമാൻ എന്താക്കിയിട്ടുണ്ട്? ഇഷ്ടപ്പെടുത്തി തന്നിട്ടുണ്ട്. അപ്പൊ ഈമാനിന്റെ ആളുകളോടുള്ള ഇഷ്ടം, ഈമാനിന്റെ പിന്നെ ദീനിന്റെ വ്യക്തികളോടുള്ള ഇഷ്ടം, ദീനിനോടുള്ള സ്നേഹം, ദീന് പ്രകടിപ്പിക്കുന്നവരോടുള്ള സ്നേഹം, ദീനിന്റെ മാർഗത്തിലുള്ള സ്നേഹം, ഇതിന് വേറെ പ്രത്യേകത ഉണ്ട്. മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഇത്, പൂർണ്ണമായും മനസ്സുമായി ബന്ധപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ നല്ലൊരു ഖുത്ബ കേട്ടു വിചാരിക്കും. അപ്പൊ റബീഉൽ അവ്വൽ മാസമാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ മിമ്പറിൽ നിന്നും ഖുത്ബ എന്തായിരിക്കും? മഹബ്ബത്തു റസൂലി, നബിനെ സ്നേഹമായിരിക്കും. അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് കേട്ടുകൊണ്ട് മാത്രം ഒരാൾക്ക് സ്നേഹം ഉണ്ടാകൂല, അല്ലെ? അത് സ്നേഹം പരിശുദ്ധ ഖുർആൻ പിന്നെ ഈ ഒന്നിലേറെ ഭാര്യമാരുള്ള ആളുകളോട് പറയുമ്പോഴും പറഞ്ഞു, നിങ്ങൾ എന്താക്കാൻ പാടില്ല, ഒരാളോട് മാത്രം വല തദറുഹ, നിങ്ങൾ പിന്നെ ഒരാളെ ഒഴിവാക്കാൻ പാടില്ല. എങ്ങനെ? പിന്നെ എല്ലാ പരിഗണനയും ഒരാൾക്ക് മാത്രം കൊടുത്ത് മറ്റൊരാളെ പരിഗണിക്കാം. അങ്ങനെ ഒരാളെ അവോയ്ഡ് ചെയ്യുന്ന രൂപത്തിൽ ഒരാളോട് ഇഷ്ടം ഉണ്ടാക്കാൻ പാടില്ല. അപ്പൊ തന്നെ ഖുർആൻ പറഞ്ഞു, ഇവർക്കിടയിൽ പരിപൂർണമായ നീതി പാലിക്കുക എന്നത് നിങ്ങൾക്ക് സാധ്യവുമല്ല. കാരണം എന്താ? അത് ഇഷ്ടത്തിന്റെ ഘടകമാണ്, ഇഷ്ടത്തിൽ നിന്ന് വരുന്ന കാര്യമാണ്. അപ്പൊ ഒന്നിലേറെ ഭാര്യമാരുള്ളവർക്ക് ഈ രണ്ട് ഭാര്യമാരോട് തത്തുല്യമായി പ്രകടിപ്പിക്കുക അത് സാധ്യമല്ല. പക്ഷെ ബോധപൂർവം ഒരാളോട് അനീതി പുലർത്തരുത് എന്ന് ഖുർആൻ പഠിപ്പിക്കണം. അത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇഷ്ടത്തിൽ നിന്നുണ്ടാകുന്ന കാര്യം അത് തത്വങ്ങളെ കൊണ്ട് പറയാൻ കുറച്ച് പ്രയാസം, അത് ബോധ്യപ്പെട്ട് തന്നെ ഉണ്ടാകണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം സ്നേഹിക്കണമെന്ന് ചരിത്രം കുറെ കേട്ടാൽ നമുക്ക് ഇഷ്ടം ഉണ്ടാവില്ല. മറിച്ച് അത് നമുക്ക് ബോധ്യപ്പെട്ട് ഇഷ്ടപ്പെടണം വേണം, അപ്പോഴാ ഇഷ്ടം ഉണ്ടാകുമോ. ഒരു വ്യക്തിയെ കുറിച്ച് നമ്മളോട് പറയാണ്, അയാള് പിന്നെ ഇപ്പൊ ഒരു വിവാഹത്തിന്റെ ഒരു സാഹചര്യത്തിൽ ആലോചിച്ച് നോക്കി, വിവാഹം കഴിക്കാൻ പോകുന്ന ഒരു കുട്ടിയെ, ഒരു പെൺകുട്ടിയോട് അല്ലെങ്കിൽ ഒരു ആൺകുട്ടിയോട് പറയാണ്, ഇന്ന പ്രപ്പോസൽ വന്നിട്ടുണ്ട്, എല്ലാം കൊണ്ട് ഭയങ്കര ഗുണമാണ്, ഇങ്ങനെ മെഹബുണ്ട്, അങ്ങനെ മെഹബുണ്ട്, നമുക്ക് ഇങ്ങനെ ഉണ്ടാകും, ഇതൊക്കെ പറഞ്ഞാലും ഇഷ്ടം ഉണ്ടായിക്കൊള്ളുന്നില്ല. അതിനെന്താ കുഴപ്പമൊന്നുമില്ല, ആ കുട്ടിക്ക് കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. അതെന്താ? ഇത് മനസ്സിൽ നിന്നുണ്ടാകേണ്ട കാര്യമാണ്. അത് അമലുൽ കൽബാണ്, അത് വ്യത്യസ്തമായിരിക്കും എന്നർത്ഥം. അപ്പൊ ഈ ഇത് പിന്നെ തൗഹീദിനോടും ഈമാനിനോടും അതിന്റെ ഘടകങ്ങളോടും ഒക്കെ ഉണ്ടാകേണ്ട ഇഷ്ടം എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ നമ്മൾ ഗ്രന്ഥങ്ങൾ വായിച്ചൊന്നും മാത്രം ഉണ്ടാവില്ല, അത് ബോധ്യപ്പെട്ടുണ്ടാകേണ്ട കാര്യമാണ്. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രമേ തൗഹീദ് പൂർത്തിയാവുകയും ചെയ്യുള്ളൂ. സൂറത്തുൽ ബഖറ അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്ലുൽ കിതാബുകാരെ കുറിച്ച് പറയുമ്പോൾ പറഞ്ഞു, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. സൂറത്തുൽ ബഖറ 165-ാമത്തെ ആയത്ത്.
അവർ അള്ളാഹു അല്ലാത്ത ആളുകൾക്ക് പകരക്കാരായി പുരോഹിതന്മാരെ സ്വീകരിച്ചു എന്ന് പറയാൻ അള്ളാഹു പറയണം. ഒമിനന്നാസ്, ജനങ്ങളിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, അവരുടെ സ്വഭാവം എന്താണ്? ഇത്തഖദു മിൻ ദൂനില്ലാഹി അൻദാദ, അള്ളാഹുവിന് പുറമെ അവർ പകരക്കാരെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പൊ റബ്ബിന് പകരം അവർ പകരക്കാരായ ആളുകളെ സ്വീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് സ്വീകരിച്ചത്? നമ്മൾ പറഞ്ഞത് പിന്നെ ഇഷ്ടം ഉണ്ടാകണം. എന്തിനോട് ഇഷ്ടം ഉണ്ടാകണം? അള്ളാഹുവിനോട് ഇഷ്ടം ഉണ്ടാകണം, പ്രവാചകനോട് ഇഷ്ടം ഉണ്ടാകണം, മുഅ്മിനീങ്ങളോട് ഇഷ്ടം ഉണ്ടാകണം, അവിടെ തുടങ്ങി ദീനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോട് ഇഷ്ടം ഉണ്ടാകണം. ഈ ഇഷ്ടം ഉണ്ടാവുക എന്ന് പറയുന്നത് പൂർത്തിയാകാതെ ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പൂർത്തിയാവുകയില്ല. അപ്പൊ ഈ നേരെ വിപരീതമുണ്ട്. അള്ളാഹുവിനോടും അല്ലെങ്കിൽ അള്ളാഹു ഇല്ലാത്ത ആളുകളോടും അള്ളാഹുവിനോടുള്ള ഇഷ്ടം പോലെ ഇഷ്ടം ഉണ്ടായാലും പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ വെറുപ്പുണ്ടായാലും പ്രശ്നമുണ്ട്. ദീനിനോടും ദീനിന്റെ അടയാളങ്ങളോടും അതുപോലെ തന്നെ മുഅ്മിനീങ്ങളോടും ഒക്കെ ഈമാനിന്റെ വിഷയത്തിൽ ഒരാൾക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല, ദീനിന്റെ വിഷയത്തിൽ ഒരാൾക്ക് വെറുപ്പുണ്ടാകാൻ പാടില്ല. ആ വെറുപ്പുണ്ടായാലും ഈ ഷർത്ത് ബാത്തിലാക്കി കളയും. അതുപോലെ ഇപ്പൊ എല്ലാം പറഞ്ഞ പോലെ അൽ ഇൽമു അൽ മുനാഫി ലിൽ ജഹൽ, അജ്ഞതയെ മായ്ക്കുന്ന അറിവുണ്ടാകണം എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പിന്നെ സംശയത്തെ നിരാകരിക്കുന്ന ദൃഢത ഉണ്ടാകണം എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു വരുമ്പം പിന്നെ സ്നേഹം ഉണ്ടാകണം. എന്തിനോട് സ്നേഹം ഉണ്ടാകണം? ഈമാനിനോട്, ദീനിനോട്, അള്ളാഹുവിനോട്, പ്രവാചകനോട് സ്നേഹം ഉണ്ടാകണം. ഈ കാണിക്കേണ്ട സ്നേഹം അത് ആത്യന്തികമായ സ്നേഹം, അത് അള്ളാഹു ഇല്ലാത്ത ഒരാൾക്ക് ഉണ്ടാകാനും പാടില്ല. അതാണ് ഇപ്പോൾ സൂറത്തുൽ ബഖറയിൽ ആയത്തുള്ളത് പറഞ്ഞു, വമിനന്നാസ്, ജനങ്ങളുടെ കൂട്ടത്തിൽ ഒരു വിഭാഗം ആളുകളുണ്ട്, മയത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ, അവർ അള്ളാഹ്ക്ക് പുറമെ പകരക്കാരെ സ്വീകരിച്ചിട്ടുണ്ട്, നിദ്ദകളെ സ്വീകരിച്ചിട്ടുണ്ട്. അഥവാ അള്ളാഹ്ക്ക് പുറമെ ശരീക്കുകളെ, പിന്നെ പങ്കാളികളെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് അവരെ പങ്കാളികളെ സ്വീകരിച്ചത്? പിന്നെ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് കാണാം, പിന്നെ തഫ്സീറിലൊക്കെ കാണാം. ഈ പിന്നെ അള്ളാഹു അല്ലാതെ ആരാധിക്കപ്പെടുന്ന ആരാധനാ മൂർത്തികൾ, അത് ഇവിടെ ഉദ്ദേശിക്കുന്നത് പുരോഹിതന്മാരാണ്, അവരുടെ മതത്തിലെ പുരോഹിതന്മാരാണ്. ഈ പുരോഹിതന്മാരെ ആരെയും അവർ ദൈവമായി സങ്കല്പിച്ചിട്ടില്ല, അവർ ദൈവമായി സങ്കല്പിച്ച ആരാധനകൾ അർപ്പിച്ചിട്ടില്ല. ഒരു നോമ്പോ നിസ്കാരമോ അല്ലെങ്കിൽ നേർച്ചയോ ഒന്നും അവർക്ക് വേണ്ടി ചെയ്തിട്ടല്ല അവരെ അള്ളാഹ്ക്ക് പുറമെയുള്ള ആരാധന്മാരായി സ്വീകരിച്ചത്. മറിച്ച് എന്താ സംഭവിച്ചത്? യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഈ പുരോഹിതന്മാരെ ഇഷ്ടപ്പെട്ടു. അപ്പൊ അള്ളാഹു അവിടെ പ്രയോഗിച്ച പ്രയോഗം എന്താണ്? അള്ളാഹുവിന് പകരക്കാരെ അവർ സ്വീകരിച്ചു. അപ്പൊ അള്ളാഹിനോട് ഉണ്ടാവേണ്ട ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് നിരുപാധികമായ ഇഷ്ടമാണ്. ആ ഇഷ്ടത്തെ പോലെ ആരോടും എന്തുണ്ടാകാൻ പാടില്ല? പിന്നെ ഭാര്യയോട് ഇഷ്ടം ഉണ്ടാകാൻ പാടില്ല, മാതാപിതാക്കളോട് ഇഷ്ടം ഉണ്ടാകാൻ പാടില്ല, ജനങ്ങളോട് ഇഷ്ടം ഉണ്ടാകാൻ പാടില്ല, ആരോടും ഇഷ്ടം ഉണ്ടാകാൻ പാടില്ല. അഥവാ ആ ഇഷ്ടവും അനിഷ്ടവും തമ്മിൽ എവിടെ വേർതിരിയ? അള്ളാഹു ഒരു കാര്യം പറഞ്ഞു, അള്ളാഹു അല്ലാത്ത മറ്റൊരാൾ ഒരു കാര്യം പറഞ്ഞു, എന്നിട്ട് നമ്മൾ അള്ളാഹു അല്ലാത്തവർ കൽപ്പിച്ച കാര്യം അവരോടുള്ള സ്നേഹത്തിന്റെ പുറത്തിൽ മാത്രം ചെയ്യുന്നു. അപ്പൊ അള്ളാഹുവിനേക്കാൾ കൂടുതൽ ഇഷ്ടം അവരോട് നമുക്ക് ഉണ്ടായതുകൊണ്ടാണ്. ഒരാളെ അനുസരണത്തിന് പല ഘടകങ്ങളുണ്ട്. പേടിച്ചിട്ട് അനുസരിക്കുന്നവരുണ്ട്, അല്ലെ? പേടിച്ചതുകൊണ്ട് മാത്രം അനുസരിക്കുന്നവർ. നമ്മളിപ്പോ മുന്നിലും ബാക്കിലുള്ളവരൊക്കെ ഹെൽമെറ്റ് ഇട്ട് പോകുന്നത് പിന്നെ സുരക്ഷിതത്വം കണ്ടിട്ടൊന്നുമല്ലല്ലോ, ഫൈൻ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇടുന്നത്. പേടിച്ചിട്ടാണ് അനുസരണം നമ്മൾ ചെയ്യുന്നത്. എന്നാൽ ഭാര്യയോട് നമ്മൾ കാണിക്കുന്ന പല അനുസരണം എന്തായാലും മാതാപിതാക്കളോട് കാണിക്കുന്ന അനുസരണ, ഒരു പ്രായം വരെ മാതാപിതാക്കളോട് കാണിക്കുന്ന അനുസരണം പേടിച്ചിട്ടായിരിക്കും. അത് കഴിഞ്ഞാലോ അവരോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കും. ഇതുപോലെ അള്ളാഹുവിനോടുള്ള നമ്മുടെ അനുസരണത്തിന്, സൃഷ്ടികളോടുള്ള അനുസരണം എന്താകാൻ പാടില്ല? ഒരു ഘടകവിരുദ്ധമായി അല്ലെങ്കിൽ തടസ്സമായി നിൽക്കാൻ പാടില്ല. എന്തോ ഒരു കാര്യം അത് അള്ളാഹു കൽപ്പിച്ചു എന്ന് പൂർണ്ണമായി നമുക്കറിയാം. ഇപ്പൊ നിസ്കാരം, ഒരാൾ നിസ്കരിക്കണില്ല, എന്താ നിസ്കരിക്കാത്ത? അല്ലെ സക്കാത്ത് കൊടുക്കണില്ല, അയാൾ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കാൻ അർഹതയുണ്ട്, എല്ലാ വിധത്തിലും കണക്കൊക്കെ ഒത്തു, അയാൾ സക്കാത്ത് കൊടുക്കണില്ല, എന്താ കൊടുക്കാത്ത? പൈസനോടുള്ള ഇഷ്ടം കൊണ്ട് കൊടുക്കണില്ല, അതുകൊണ്ട് മാത്രം കൊടുക്കണില്ല. അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാൾ പറഞ്ഞു കൊടുക്കണ്ട എന്ന് പറഞ്ഞു, അയാളോട് ഇഷ്ടം ഉണ്ടായതുകൊണ്ട് അയാൾ അനുസരിക്കുന്നു, കൊടുക്കുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ് ഇപ്പൊ ഇവരെങ്ങനെയാണ് അനുസരിച്ചത്? അള്ളാഹു ഹലാലാക്കിയ കാര്യങ്ങൾ പുരോഹിതന്മാർ ഹറാമെന്ന് പറഞ്ഞു, അവർ ആ പുരോഹിതന്മാരുടെ ഇഷ്ടം കൊണ്ട് ഹറാമുകൾ സ്വീകരിച്ചു. അള്ളാഹു ഹറാമാക്കിയ കാര്യങ്ങൾ ഹലാൽ എന്ന് പുരോഹിതന്മാർ പറഞ്ഞു, അള്ളാഹുവിനേക്കാൾ കൂടുതൽ പുരോഹിതന്മാരെ അവർ ഇഷ്ടപ്പെട്ടു, അവർ വെച്ചു കൊടുത്ത ഹുക്മുകൾ സ്വീകരിച്ചു, അവർക്ക് അങ്ങനെ പിന്നെ കുഫർ സംഭവിച്ചു. അതാണ് സൂറത്ത് ബഖറയിൽ ഈ ആയത്തിലൂടെ അള്ളാഹു പറഞ്ഞു. എന്നാൽ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, എന്നാൽ മുഅ്മിനീങ്ങളോ അള്ളാഹുവിനോട് കഠിനമായി ഇഷ്ടമുള്ള ആളുകളായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒറ്റ പ്രാർത്ഥന കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ, അല്ലെങ്കിൽ പ്രവാചകൻ പ്രാർത്ഥിക്കുമായിരുന്ന ഒരു പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക വഹുബ്ബ മൻ യുഹിബ്ബുക വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക. അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക, അല്ലാഹു ഞാൻ നിന്റെ ഇഷ്ടം, നിന്നെ ഇഷ്ടപ്പെടാന്നുള്ളത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അതുപോലെ തന്നെ വഹുബ്ബ മൻ യുഹിബ്ബുക, നീ ഇഷ്ടപ്പെടുന്നവരുടെ ഇഷ്ടം, അത് ഞാൻ നിന്നോട് ചോദിക്കുന്നു. അപ്പൊ നീ ഇഷ്ടപ്പെട്ട നിന്റെ വലിയകളുണ്ട്, അവരൊക്കെ എന്നെ ഇഷ്ടപ്പെടണമെന്ന് ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബ അമലിൻ യുഖർരിബുനി ഇലാ ഹുബ്ബിക, നിന്റെ ഇഷ്ടത്തിലേക്ക് എന്നെ അടുപ്പിക്കുന്ന കർമ്മങ്ങളോട് എനിക്ക് ഇഷ്ടം ഉണ്ടാകാൻ ഞാൻ നിന്നോട് ചോദിക്കുന്നു എന്ന്. അപ്പൊ ഇത് ഇങ്ങ് പൂർത്തീകരിക്കപ്പെടുമ്പോഴാണ് അള്ളാഹുവിനോടും പ്രവാചകനോടും ദീനിനോടും ഒക്കെ കഠിനമായ സ്നേഹം ഒരാളുടെ മനസ്സിൽ സ്വാഭാവികമായി ഉണ്ടാകുമ്പോഴാണ്
ഈ ഷർത്ത് കൂടെ പൂർത്തിയാവുക, അപ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹും പൂർത്തിയാവുക. ഇത് 2-3 കൂടെ ഉണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല യഥാർത്ഥ തൗഹീദിന്റെ വക്താക്കളായി ജീവിച്ച് മരണപ്പെടാനുള്ള തൗഫീഖ് നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇഖ്ലാസോടുകൂടെ അമല് ചെയ്യാനും നാഫിയായ ഇൽമ് കരസ്ഥമാക്കാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്കൊക്കെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിജമീഇൽ മുസ്ലിമീന ഫീ കുല്ലി മകാൻ ഫസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. വസ്സലാമു അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.